നമ്മുടെ പരിഹാരത്തിന്റെ സമാപന ദിവസം അറ്റത്ത് തിരോഹം നടക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ തന്നെ ഇതിന് മധ്യത്തിലായിട്ട് മൃത്യുഞ്ജയത്തിന്റെ സമാപനമാണ്. അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഓരോരുത്തരുടെ ആൾക്കാരുടെയും സമയത്തിന്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ചെന്നിട്ടാണ് അദ്ദേഹം ഹോമിക്കുന്നത്. അതുകൂടാതെ വിശേഷമായിട്ട് ഒരു ചക്രാബ്ജി പൂജ വേണമെന്ന് ചാർത്തിൽ കണ്ട പ്രകാരം ചക്രാബ്ജി പൂജയുടെ അവസാന ഭാഗമാണ്. അപ്പോൾ പ്രസന്ന പൂജയുടെ പ്രസന്ന അവസാനം അതിലൊരു 90 ഘട്ടമാണ്. 1-2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. പരിമിതമായിട്ടുള്ള ഇത് വെച്ചിട്ട് ചക്രാബ്ജി എന്ന് പറയുന്ന ചക്രം എന്ന് പറയുന്ന വൃത്തത്തിലൊരു സാധനം, അബ്ജി എന്നുള്ളൊരു താമര എന്നാണ് അർത്ഥം. അപ്പൊ അത്ഭുതത്തിന്റെ പേരാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വിളയ്ക്കുന്നതല്ല പ്രാധാന്യം. ഏതൊരാൾക്കും ഒരു സമയം എന്ന് പറയുന്നുണ്ട്. ദൈവനും അതീതമല്ല കാലം. അപ്പൊ ആ കാലത്തിനാണ് ഞാൻ ഇത്രയും പൂജ, ഒരു വർഷത്തെയാണ് പൂജിച്ചത്. ഇത്ര നേരെടുത്തതാണ്. എങ്ങനെയാണ് പൂജിച്ചത് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യക്ഷമായിട്ട് പൂജ വരുന്ന 2 പേരാണ് അനുഭവമാണ്, സൂര്യനും ചന്ദ്രനും. അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പൂജിച്ചത് മുഴുവനും. വൈഷ്ണവ പ്രാധാന്യം പത്മമാണെങ്കിലും പക്ഷെ അതിൽ പ്രത്യക്ഷമായിട്ട് സൂര്യനെയും ചന്ദ്രനെയാണ്. സൂര്യനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മധ്യത്തിൽ സൂര്യനെ ആവാഹിച്ച് കുറിച്ച് സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ടുള്ള 12 രാശികളുണ്ട്. മേടം, മിടവം, മിഥുനം തുടങ്ങിയിട്ടുള്ള അതിനാ മേഷം, വൃഷഭം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണുന്നതായിട്ട് ആ ചുവപ്പ് കാണുന്ന 12 താമരകൾ വെച്ചത് 12 രാശികളെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള 12 രാശികളാണ്. ആ 12 രാശികളിൽ സൂര്യൻ പോകുന്നതനുസരിച്ച് ആ 12 രാശികളിൽ സൂര്യനെ പ്രത്യേകം പൂജിച്ചിട്ട് ഓരോ രാശിയിലും ഓരോ മാസത്തിലും വരുന്ന തിഥികളുണ്ട്. നമ്മളതിന് സംസ്കൃതത്തിലെ പ്രഥമ, ദ്വിതീയ അങ്ങനെയൊക്കെ പേര് പറയുന്നു. ആ ഓരോന്നിലും ചന്ദ്രനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതില് ഓരോ രാശിയിലിരിക്കുന്നതായിട്ടുള്ള ചന്ദ്രനെ വെളുത്ത പക്ഷം, കറുത്ത പക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം അങ്ങനെ 12 രാശികളെ പ്രത്യേകം പൂജിച്ചു. അതും മതിയായില്ല. 3 ഒരു ദിവസത്തെ കണക്കാക്കി. ആ ദിവസത്തെ പ്രാതഃ, മാധ്യം, ദിനം, സായന്തനം അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ 3 സവനങ്ങളായിട്ട് പൂജിച്ച് ഇതിനെല്ലാം കൂടി നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു വൈഷ്ണവ സ്വരൂപത്തെ നമ്മളൊരു മധ്യത്തിൽ കൽപ്പിച്ചിട്ട് ആ വിഷ്ണുവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സമയം എന്നുള്ളത് എല്ലാവർക്കും ഒരു പ്രധാനമായിട്ടുള്ളതാണ്. നാം ഉദ്ദേശിക്കുന്ന സമയമല്ല, ഒരു കാലമുണ്ട് നമുക്ക്. ആ കാലം ആർക്കും അതീതമല്ല. ഞാനിപ്പോ ചെയ്തിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അനുകൂലമാക്കാതെ മാത്രമേ ഗ്രഹങ്ങളെ മാറ്റിമറിക്കാൻ എന്നോട് സാധിക്കില്ല. ആ ഗ്രഹങ്ങളെ നമുക്ക് അനുകൂലാവസ്ഥയിലാക്കാം. പ്രത്യേകം ഓരോരുത്തർക്കും അത് അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു പൂജ കഴിക്കാനാണ് വിധിച്ചിരിക്കുന്നത്. അതുപോലെ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രസന്ന കാലഘട്ടമാണ്. പ്രസന്ന കാലഘട്ടത്തിൽ സന്തോഷവാനായിരിക്കുന്ന ഒരു ദേവനാണ്. എന്താ ആഗ്രഹങ്ങളും ചോദിച്ചോളൂ, കടന്നോളൂ. എല്ലാവർക്കും തൊഴാനുള്ളൊരു അവസരമാണ്. തിരുഹോമത്തിന്റെ എന്തായോ തൊഴാറായോ?